الله عباد الله أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ പ്രിയ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലം അത്രയും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി ഇന്ന തീയതിയിൽ ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്നറിയുമ്പോൾ ആ അതിഥി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കും. ആ ആതിഥേയന് ഇഷ്ടമുള്ള ഭക്ഷണം നാം ഉണ്ടാക്കി വയ്ക്കും. ഇടയ്ക്ക് നാം ആ അതിഥിയുടെ മൊബൈലിലേക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടോ? എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ആ അതിഥിക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കും. ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും വല്ലാത്ത ആഹ്ലാദവും സന്തോഷവുമാണ്. ആ ആതിഥേയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷം പങ്കിടുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആഹ്ലാദവും സന്തോഷവും പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അതുപോലെ സത്യവിശ്വാസികളിലേക്ക് കടന്നു വരുന്ന ഒരു ആതിഥേയനാണ് പരിശുദ്ധ റമളാൻ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ മുഴുവൻ പാപക്കറകളെയും കഴുകി ശുദ്ധിയാക്കാൻ ഇനി നമുക്കൊരു റമളാനിൻ്റെ അവസരവും സാഹചര്യവും ഒത്തുകിട്ടിയിട്ടില്ല എങ്കിൽ ആരാരും അറിയാതെ നാം പ്രവർത്തിച്ചു പോയ, നമ്മുടെ ഭാര്യ അറിയാതെ, നമ്മുടെ ഭർത്താവ് അറിയാതെ, നമ്മുടെ മക്കൾ അറിയാതെ, ഒരു CC ക്യാമറയിലും പതിഞ്ഞിട്ടില്ലാത്ത ഒട്ടനവധി പാപങ്ങൾ കഴുകിക്കളയാനുള്ള മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളിലേക്കാണ്, പാപമോചനത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങളിലേക്കാണ് നമ്മളൊക്കെയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനീയറെ കുറിച്ച് നാം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അദ്ദേഹം
അറിയപ്പെട്ട ഒരു കൺസൾട്ടൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 40 വർഷക്കാലം അദ്ദേഹം ആ സ്ഥാപനത്തിൽ പണിയെടുത്തു. കമ്പനി ഉടമയോട് പറഞ്ഞു, 40 വർഷക്കാലം കൊണ്ട് ഈ തലസ്ഥാന നഗരിയിൽ ഒരുപാട് തല ഉയർത്തി നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ഞാൻ പണി കഴിപ്പിച്ചു. ഇനി ഞാൻ വിശ്രമത്തിലേക്ക് പോകുന്നു. എനിക്ക് തരാനുള്ള അലവൻസുകളും ഒക്കെ തന്നാൽ ഞാനങ്ങ് മടങ്ങിക്കോളാം. കമ്പനി ഉടമ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവസാനമായി ഇവിടെ ഒരു ബിൽഡിംഗ് കൂടെ പണി പൂർത്തിയാക്കിയിട്ട് താങ്കൾക്ക് വിരമിക്കാം. മനസ്സില്ലാ മനസ്സോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിന്റെ പണി ആരംഭിച്ചു. അതിന്റെ ഫൗണ്ടേഷനും അതിന്റെ ദൃഢതയും ഒന്നും സീരിയസ് ആയി അത്ര ശ്രദ്ധിച്ചിട്ടില്ല. 6-7 മാസം കഴിഞ്ഞപ്പോൾ പണി പൂർത്തിയാക്കി കമ്പനി ഉടമയുടെ കയ്യിലേക്ക് താക്കോൽ ഏൽപ്പിക്കുമ്പോൾ ആ കമ്പനി ഉടമ പറഞ്ഞു, സ്ഥലം കാണിച്ചു തന്നിട്ട് താങ്കൾക്ക് ഞാൻ അവിടെ വീട് പണിയാൻ പറഞ്ഞത് എനിക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല. എൻ്റെ കമ്പനിയിൽ 40 വർഷക്കാലം പണിയെടുത്തിട്ട് താങ്കളുടെ വിശ്രമ ജീവിതം ഞാൻ പണിതു തരുന്ന ആ വീട്ടിൽ താമസിക്കാനാണ് ഞാൻ താങ്കൾക്ക് ഈ ബിൽഡിംഗ് ഞാൻ പണി കഴിപ്പിച്ചത്. അപ്പോഴാണ് ആ മനസ്സിൻ്റെ പണി നടത്തിയ ആ ബിൽഡിംഗ് നടത്തിയ ആ എഞ്ചിനീയർ ചിന്തിക്കുന്നത്, അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ സ്ട്രക്ചറുകളും അതിൻ്റെ ദൃഢതയും ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആലസ്യത്തോടെ, അശ്രദ്ധയോടെ, ഉദാസീനതയോടെ ഞാൻ എങ്ങനെയൊക്കെയോ നിർമ്മിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നാം പ്രവേശിക്കാൻ പോകുന്ന പരിശുദ്ധ റമളാൻ ആലസ്യത്തോടെയും അശ്രദ്ധയോടെയും ഉദാസീനതയോടെയും ഒക്കെ ഉറങ്ങിയും ക്ഷീണം മാറ്റിയും വർഷങ്ങൾ കൊണ്ടേ ശീലിച്ച ഒരു ശീലം കടന്നു പോകുന്ന ഒരു റമളാനാണെങ്കിൽ, അടുത്ത റമളാനിൽ ഇതുപോലെ നമുക്ക് ജീവിച്ചിരിക്കാനുള്ള അവസരമോ റമളാനിലെ നോമ്പനുഷ്ഠിക്കാനുള്ള ആഫിയത്തോ ആരോഗ്യമോ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യവും ആഫിയത്തും ആ പരിശുദ്ധ റമളാനിന്റെ ഗൗരവത്തോടെ, ആ ഗൗരവമാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയി നിൽക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഉൾക്കിടിലമുണ്ട്. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ആകാശത്തിന്റെ ഉപരിലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറന്നു വന്നിട്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ച മണ്ണിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത്. ലോകത്തെ 200 കോടിയോളം വരുന്ന വിശ്വാസി സമൂഹം ഈ പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ആ പുണ്യമായ മണ്ണിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നതെന്നൊരു ഗൗരവം ഒരു ഹജ്ജാജിക്കുള്ളതുപോലെ, ഒരു ഉംറ നിർവഹിക്കുന്ന വ്യക്തിക്കുള്ളതുപോലെ, പരിശുദ്ധ റമളാനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തെ നാം തയ്യാറാക്കണം. നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കണം. സഹോദരങ്ങളെ, ഇതിൻ്റെ രാത്രികളിൽ, ഇതിൻ്റെ പകലുകളും മിനിറ്റുകളും ഒരു സെക്കൻഡുകളും ഞാൻ പാഴാക്കുകയില്ല. അതിൻ്റെതായ ആദരവോടെയും ബഹുമാനത്തോടെയും അതിൻ്റെതായ മഹത്വത്തോടും കൂടി ഈ റമളാനിൻ്റെ നോമ്പുകളും അതിൻ്റെ രാത്രി നമസ്കാരങ്ങളും പതിരാവിലുള്ള ഇസ്തിഗ്ഫാറും ഒക്കെ ഞാൻ അതിൻ്റെ മഹത്വത്തോടുകൂടി പരിഗണിക്കും. എന്നാൽ സഹോദരങ്ങളെ, അത് നാം പരിഗണിക്കാതിരുന്നാൽ, അതിന് വലിയ സ്ഥാനവും മഹത്വവും നാം നമ്മുടെ ഹൃദയത്തിന് കൊടുക്കാതിരുന്നാൽ, സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത്, അല്ലാഹുവിൻ്റെ റസൂല് മിമ്പറിലേക്ക് കയറുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. പ്രവാചകൻ ഖുതുബ നിർവഹിച്ച് നമസ്കാരം കഴിഞ്ഞ് സ്വഹാബികൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഒരു പതിവില്ലാത്ത രൂപത്തിൽ അങ്ങ് ആമീൻ പറയാൻ കാരണം?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം ഇന്നിന്ന രൂപങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അതിലൊരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്. മൻ അദ്റക റമളാൻ, ഒരു മനുഷ്യന് റമളാൻ കിട്ടി, റമളാനിലേക്ക് എത്തിപ്പെടാനുള്ള അവസരവും സൗഭാഗ്യവും അവന് കൈവന്നു. പക്ഷേ ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. യാന്ത്രികമായ എന്തൊക്കെയോ ചില കർമ്മങ്ങൾ നടത്തിയങ്ങ് പോയി. അല്ലാഹു അവനിൽ നിന്ന് വിദൂരത്താകട്ടെ, അല്ലാഹു അവനെ ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ റമളാനിൽ ജീവിക്കുക എന്നുള്ളത് രക്തസാക്ഷിത്വത്തെക്കാൾ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നതിനേക്കാൾ മഹത്വരമായി കൊണ്ടാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവം. രണ്ട് അനുചരന്മാര് പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ഷഹാദത്ത് പറഞ്ഞ് വിശ്വാസികളായി. അതിലൊരു അനുചരൻ തൊട്ടടുത്തു വന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ ധർമ്മസമരത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. മറ്റേ മനുഷ്യൻ സാധാരണ രോഗം വന്ന് സാധാരണ പായയിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു. റസൂലിന്റെ ഒരു അനുചരൻ സ്വപ്നം കാണുന്നു, ഈ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയേക്കാൾ മുൻപന്തിയിലായി സാധാരണ രോഗം വന്ന് മരണപ്പെട്ടു പോയ ആ വ്യക്തി അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് മുൻകടന്നു പോകുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സംഭവം പറഞ്ഞു. റസൂല് അനുചരന്മാരോട് ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ മിൻ ബഅദഹാ സന, ഈ വ്യക്തി മരണപ്പെട്ടത്, ആ രക്തസാക്ഷിയായ മനുഷ്യൻ മരണപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണോ? ഖാലു ബല, അതേ റസൂലെ, 1 വർഷം കഴിഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞു, വഅദ്റക റമളാന ഫസാമഹു, ആ 1 വർഷത്തെ റമളാനിലെ നോമ്പും അതിൻ്റെ മുഴുവൻ നന്മകളും സ്വയത്തമാക്കാനുള്ള ഒരവസരം ആ മനുഷ്യന് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വം വരിച്ച ആ മനുഷ്യനേക്കാൾ മുൻപന്തിയിൽ അദ്ദേഹം കടന്നു പോകാൻ കാരണം. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് രക്തസാക്ഷിത്വത്തെക്കാൾ മഹിതമായ മഹത്വരമാണ് ഈ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും അത് പ്രവാചക മാതൃകയിലായിക്കൊണ്ട് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പലപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വെപ്രാളവും വേവലാതിയും ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഈമാനോടുകൂടിയും വഹ്തിസാബൻ, അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനോടുകൂടി എന്നാൽ റബ്ബിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ കറകളഞ്ഞ തൗഹീദോടുകൂടി അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിൽ അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. സഹോദരങ്ങളെ, ഇതിന്റെ രാപകലുകളിൽ നാം ഉറക്കത്തിലേക്കും ആലസ്യങ്ങളിലേക്കും അശ്രദ്ധയിലേക്കും ആണ്ടുപോകാതെ പതിരാവിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ ഇന്നക അഫുവ്വുൻ, നീ പാപങ്ങൾ മാപ്പ് ചെയ്യുന്നവനാണ് റബ്ബേ. തുഹിബ്ബുൽ അഫ്വ, പാപങ്ങൾ പൊറുക്കാൻ ഏറെ ഇഷ്ടമുള്ളവനാണ് റബ്ബേ.
എൻ്റെ പാപങ്ങൾ ഇന്ന ഇന്ന പാപങ്ങളാണ്, എൻ്റെ ഇന്ന ഇന്ന കുറ്റങ്ങൾ, ഞാൻ ചെയ്തു പോയ എൻ്റെ പാപങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അരുതായ്മകളിലേക്ക് ഞാൻ അറിയാതെ പ്രവേശിച്ചു പോയി. റബ്ബേ ഫഅഫു അന്നി, നീ അതെനിക്ക് പുറത്തു തരണേ എന്ന് പതിരാവുകളിൽ ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ റബ്ബിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചാൽ റബ്ബ് നമുക്ക് മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് അള്ളാഹു നമ്മെ കൊണ്ടുപോകും. സഹോദരങ്ങളെ, ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ പുണ്യങ്ങളും നാം നേടിയെടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന ഹാദാ ശഹ്റുൻ ഖദ് ഹദറകും, നിങ്ങൾക്ക് ഇതാ ഒരു മാസം ഇതാസന്നമായിരിക്കുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, അതിൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവുണ്ട്. എന്നാൽ മൻ ഹുരിമഹ, ആ പുണ്യങ്ങൾ നിറഞ്ഞ രാവ്, ആ മഹത്തരമായ ദിനം ഒരു മനുഷ്യന് തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹ, അതിലെ നന്മ നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ ജീവിതത്തിലെ മുഴുവൻ നന്മകളും നഷ്ടപ്പെട്ടവനാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു ദിനമുണ്ട്. ആ പുണ്യമായ ദിനം ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ, അതിൻ്റെ നന്മകൾ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൻ്റെ മുഴുവൻ നന്മകളും നഷ്ടപ്പെട്ടു പോയവനെ പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുന്നത് ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ ഉത്തരവാദിത്വവും ഇതിൻ്റെ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, ഒരു മനുഷ്യൻ വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിആറുകളെ, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ, റമളാൻ അള്ളാഹുവിൻ്റെ ഒരു ശിആറാണ്. ഈ പരിശുദ്ധമായ രാത്രികൾ അള്ളാഹുവിൻ്റെ ശിആറുകളാണ്. അതിനെ ഒരു മനുഷ്യൻ ആദരിക്കുക എന്നുള്ളത് ഫൈനഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് തഖ്വയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. നാം പരിശോധിക്കേണ്ടത്, റമളാൻ നമ്മളിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ് ഈ ആഹ്ലാദവും സന്തോഷവും നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാനത് അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ സുഫീദത്തി ശയാതീൻ, പിശാചുക്കളെ ബന്ധിക്കപ്പെടും. വഉല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, പിന്നീട് അതിൽ നിന്നൊരു വാതിലും തുറക്കപ്പെടുകയില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, ആ സ്വർഗ്ഗ കവാടങ്ങളൊന്നും അടക്കപ്പെടുകയില്ല, അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഇതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ വനാദാ മുനാദിൻ, ഒരു വിളിയാളൻ വിളിച്ചു പറയും. എന്താണ് പറയുന്നത്? യാ ബാഗിയൽ ഖൈർ, നന്മയിൽ ധൃതിയാകുന്ന മനുഷ്യരെ, അഖ്ബിൽ, മുൻപിട്ട് വരിക, മറ്റുള്ളവരെ എല്ലാം പിന്നിലേക്കാക്കി നന്മകളിൽ നിങ്ങൾ മുൻകടന്നു വരിക. വയാ ബാഗിയ ശർ, തിന്മകളിലും പാപങ്ങളിലും മുങ്ങിത്താഴ്ന്നു പോകുന്ന മനുഷ്യരെ, അഖ്സിർ, ഒന്ന് കുറയ്ക്കണോ, ഒന്ന് നിർത്തുക. പുണ്യങ്ങൾ നിറഞ്ഞ ഈ ദിനരാത്രങ്ങളിൽ ഒരു വിളിയാളൻ വിളിച്ചു പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലില്ലാഹി ഉതഖാഅ വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ചില ആൾക്കാരെ മോചിപ്പിക്കപ്പെടും. അത്തരം മോചിപ്പിക്കപ്പെടുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ ഉദരത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം പട്ടിണി കൊണ്ടുള്ള നോമ്പ് മാത്രമല്ല, നമ്മുടെ കണ്ണിനും നമ്മുടെ ചെവിക്കും നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. സഹോദരങ്ങളെ, നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല,
അതോടൊപ്പം തന്നെ നമ്മുടെ നാവിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ അവയവങ്ങളെയും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. നമ്മുടെ കണ്ണ് പല തെറ്റുകളിലേക്കും നമ്മുടെ കണ്ണ് പോകും. നമ്മുടെ നാവ് പല പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളിലേക്കും പോകും. നാവ് അത് പറയുന്നുവെങ്കിലും കണ്ണത് നോക്കാൻ പാടില്ലാത്തതിലേക്ക് നോക്കുന്നുവെങ്കിലും കണ്ണല്ല അതിലേക്ക് പോകുന്നത്. ആ കണ്ണിനെ നിയന്ത്രിക്കുന്ന ഒരു അവയവമുണ്ട്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്ന ഒരു അവയവമുണ്ട്, നമ്മുടെ കരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അവയവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദ്, അറിയുക നിങ്ങളുടെ ശരീരത്തിലുണ്ട് മുദ്ഗത്തുൻ, ഒരു മാംസകഷണം. ഇദാ സ്വലഹത്, ആ മാംസകഷണം നന്നായാൽ സ്വലഹൽ ജസദ കുല്ലഹ്, എല്ലാ അവയവങ്ങളും നന്നാകും. നമ്മുടെ കണ്ണും നമ്മുടെ നാവും നമ്മുടെ ചിന്തകളും എല്ലാം നന്നാകും. വൈദാ ഫസദത്, ആ അവയവമെങ്ങാനും മോശമായാൽ ഫസദൽ ജസദ കുല്ലഹ്, നമ്മുടെ ശരീരം മുഴുവൻ മലിനമാകും. രണ്ട് കാലിൽ ജീവിക്കുന്ന ഒരു മൃഗമായി മനുഷ്യർ ജീവിക്കുന്ന ഈ പുതിയ കാലം, ഇതിന് പ്രവാചകൻ പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. പരിശുദ്ധ റമദാനിന് നമ്മുടെ പള്ളിയും പരിസരങ്ങളും വീടും വീടിൻ്റെ ജനാലകളും അഴുക്കുകളും എല്ലാം വൃത്തിയാക്കി സഹോദരങ്ങളെ. എന്നാൽ ആദ്യമായി വേണ്ട വിശുദ്ധി നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധിയാണ്. അത് അഫ്ലഹ മൻ സക്കാഹ, ആരൊരുവൻ ആത്മാവിനെ സംസ്കരിച്ചുവോ അയാൾ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ മലിനമാക്കിയോ അവൻ പരാജയപ്പെട്ടു. ഈ പുതിയ കാലം 2025 പ്രവേശിച്ചതോടുകൂടി നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. ജോലി ചെയ്ത് വീടുകളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ഒരു മാതാവ് തൻ്റെ മകനെ പോറ്റി വളർത്തുന്നു. പോറ്റി വളർത്തിയ ആ മാതാവിനെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി വെട്ടുകത്ത് വാങ്ങിക്കൊണ്ടുവന്ന് അവരുടെ കണ്ടനാഴിയെ കഷണങ്ങളായി മുറിക്കുന്ന ഈ പുതിയ കാലം. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വെഞ്ഞാറമ്മൂട് 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 5 മനുഷ്യരെയാണ് ചുറ്റികല്ലുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ മനുഷ്യർക്ക് കഴിയുമോ? ചുറ്റികല്ലുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പോട്ടെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയെ നമുക്കങ്ങനെ ഒരു ചുറ്റികല്ല് കൊണ്ട് അടിച്ചു കൊല്ലാൻ കഴിയുമോ സഹോദരങ്ങളെ? ഒരു മൃഗത്തെ നാം അറുക്കുമ്പോൾ പോലും മൂർച്ചയുള്ള കത്തി കൊണ്ട് ശരിയായ രൂപത്തിൽ അറുത്തുകൊണ്ടാണ് അതിനെ നാം ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. എന്നാൽ മൃഗതുല്യനായ മുസ്ലിം നാമധാരികളായ രൂപത്തിൽ അറിയപ്പെടുന്ന അഫാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാപ്പ് ചെയ്യുന്നവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. എന്താണ് സഹോദരങ്ങളെ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സമൂഹം ഇത്തരണത്തിൽ കൊലപാതകങ്ങളിലേക്കും പൈശാചികതകളിലേക്കും നീങ്ങുന്നത്? അതിൻ്റെ പ്രധാന കാരണം സഹോദരങ്ങളെ, ദൈവബോധം നഷ്ടപ്പെട്ടു പോകുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു, വെറും പേരിലും പ്രശസ്തിക്കും വേണ്ടി ജീവിക്കുന്നു. ഒരു റമദാനാകുമ്പോൾ എല്ലാവരും റമദാനിലെ നോമ്പനുഷ്ഠിക്കുന്നു. പള്ളികളിൽ തറാവീഹ് നമസ്കാരത്തിന് വളരെ വേഗത്തിൽ ഒരു ജുസ് പാരായണം ചെയ്യുന്നു. ഈ പാരായണം ചെയ്യുന്ന വ്യക്തിക്കോ ഇത് കേൾക്കുന്ന വ്യക്തിക്കോ ഇതെന്താണ് ഈ പറയുന്നത്, ഇതിലെന്താണ് പാരായണം ചെയ്യുന്നത്? ഒരു വലിയ എക്സസൈസ് പോലെ ഒരു ചാട്ടവും ഓട്ടവുമായി റമദാൻ അങ്ങ് കഴിഞ്ഞു പോകുന്നു. വലിയ വലിയ സ്ഥാപനങ്ങൾ വേഷങ്ങളും രൂപങ്ങളിലുമൊക്കെ അങ്ങ് നടന്നു പോകുന്നുവെങ്കിലും സത്യത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം നടക്കുന്നില്ല സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂല് വളർത്തിയെടുത്ത ഒരാട്ടിടയനായ ബാലൻ ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തെ നീ എനിക്ക് വിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കുട്ടി പറഞ്ഞത്, താങ്കളെയും എന്നെയും എൻ്റെ യജമാനനെയും സൃഷ്ടിച്ച ഒരു നാഥൻ കാണുന്നുണ്ട്, എനിക്കതിന് സാധ്യമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ആ കുട്ടി പറയുമ്പോൾ
സഹോദരങ്ങളെ, ആ ആട്ടിടയനായ ചെറിയ ബാലന്റെ ഈമാനെങ്കിലും 2025 ജീവിക്കുന്ന നമ്മളിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുക സഹോദരങ്ങളെ. പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, പല കുടുംബങ്ങളിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമൊക്കെ ആകുമ്പോൾ, വലിയ സമ്പത്തിലും സാഹചര്യങ്ങളിലുമൊക്കെ ജീവിച്ച് കച്ചവടം നഷ്ടപ്പെട്ട് ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട് പലപ്പോഴും നാം ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ, ഈ 5 പേരെ കൊല ചെയ്തപ്പെട്ട ആ വീടിൻ്റെ നാഥൻ 8 വർഷക്കാലമായി ജോലി നഷ്ടപ്പെട്ട്, തൊഴിൽ നഷ്ടപ്പെട്ട്, ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് പലപ്പോഴും അറിയില്ല. ആ വീടിൽ അന്നത്തിന് വേണ്ടിയിട്ട് തീ പോയുന്നുണ്ടോ എന്ന് അയൽവാസികളോ കുടുംബാംഗങ്ങളോ ചിലപ്പം തിരക്കാറുണ്ടാവുകയില്ല. പലപ്പോഴും നമ്മുടെ നമസ്കാരത്തിലും ദാനധർമ്മങ്ങളിലുമൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ടാകും. സ്വന്തം സഹോദരി, സ്വന്തം സഹോദരൻ പട്ടിണിയിലാണ്. അവനൊരു ബിസിനസ് നടത്തി, കുറേ ലോണൊക്കെ എടുത്ത് ബിസിനസ്സൊക്കെ നടത്തിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ്, നീ അതിലൊന്നും പോകരുതേ. കുറേ കുറ്റങ്ങളും കുറവുകളും പറയുന്നതിനപ്പുറം ഒന്ന് ചേർത്തു പിടിക്കാനും കുഴിയിലേക്ക് വീണുപോയ ആ സഹോദരനെ ഒന്ന് താങ്ങാനും പലപ്പോഴും സഹോദരങ്ങളെ 10-20 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കുന്ന സഹോദരങ്ങളുണ്ട്. നേരിട്ട് കൊടുക്കണ്ട. എൻ്റെ 2ാമത്തെ സഹോദരൻ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നു. സക്കാത്തിൻ്റെ ഫണ്ടിലേക്ക് കൊടുത്തിട്ട് മാസം ഒരു 20,000 രൂപ അദ്ദേഹത്തിൻ്റെ പട്ടിണി മാറ്റാൻ അദ്ദേഹത്തിന് കൊടുക്കണം. സക്കാത്ത് ഫണ്ടിൽ നിന്ന് ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ ഒരു വലിയ പട്ടിണിക്കൊരു പരിഹാരമായാൽ വലിയ പതനങ്ങളിലേക്ക് വീണുപോയ ആ സഹോദരനെ നമുക്ക് താങ്ങിയെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, പലപ്പോഴും നാം ചേർന്ന് നിന്ന് നമസ്കരിക്കുമ്പോഴും തൊട്ടടുത്ത സഹോദരൻ അയാളുടെ പ്രയാസങ്ങളും അയാളുടെ സങ്കടങ്ങളും ഒന്ന് ചേർത്തു പിടിക്കാൻ, എന്താണ് ഒരു മൂകത, എന്താണ് ഒരു മുഖത്തൊരു പ്രയാസം എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഒരിക്കൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ഇഅ്തികാഫുമായിരുന്നു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മൂകമായ സങ്കടത്തോടുകൂടി ഇരിക്കുന്ന ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്തു പറ്റി? കുത്തി ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ കടം നിശ്ചയിച്ച ഒരു വ്യക്തിക്ക് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, ഇന്നാണ് അതിൻ്റെ ഡേറ്റ്. അദ്ദേഹം ഖുർആൻ മടക്കി വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി കരുതിയ വ്യക്തിയാണല്ലോ, താങ്കൾ വെളിയിലേക്ക് ഇറങ്ങണ്ട, ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടോളാം. ആ അനുചരൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, 10 വർഷം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും, അതിനർത്ഥം ഇഅ്തികാഫിരിക്കുക പുണ്യമല്ല എന്നല്ല, ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും പുണ്യമാണ് പ്രയാസമനുഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളും ആത്മഹത്യകളും ഇത്തരം കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ അരങ്ങേറുമ്പോൾ സ്വന്തം സഹോദരങ്ങളുടെ, അയൽവാസികളുടെ, സ്വന്തം സഹോദരിയുടെ 3 പെൺമക്കളാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഞാൻ ആ വിഷയത്തിലൊന്ന് ഇടപെട്ടാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചെലവാകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നൈസിൽ അങ്ങോട്ട് മാറി നിൽക്കും. നോമ്പും നമസ്കാരവും ഒക്കെ നടത്തി അള്ളാഹുവിൻ്റെ സ്വർഗം നേടാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതനിഷേധിയായ മനുഷ്യനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദിയെ കുറിച്ചല്ല ഇവിടെ അള്ളാഹു പറഞ്ഞത്. ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥയെ തള്ളിയകറ്റിയവനാണവൻ. സ്വന്തം അനുജൻ ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു പോയി. അനാഥരായ 2 മക്കളുണ്ട്. അവരുടെ ഭക്ഷണവും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടില്ല. ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, നീ ഭക്ഷണം കൊടുക്കണ്ടോ? പക്ഷേ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന മനുഷ്യരോടൊന്ന് ഉപദേശിച്ച്, ആ കുടുംബം പ്രയാസത്തിലാണ്, ഒന്ന് താങ്ങാകാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, സാധുക്കൾക്ക് അന്നം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകിയിട്ടില്ല. ഇവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് മതനിഷേധി എന്ന് പറഞ്ഞത്. അത്തരം ഒരു ഗണത്തിൽ നാം പെടാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മളോടൊപ്പമുള്ള സഹോദരന്മാരെ ചേർത്തു പിടിക്കാനും
പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് നമുക്കൊരു താങ്ങാകാനും, വലിയ വീടും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് ദാരിദ്ര്യങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എങ്കിൽ